വിട്ടുവീഴ്ചയൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. ഐക്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഐക്യം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഈ ഐക്യത്തിന് കോടാലി വെക്കുക എന്നുള്ള ഒരു സംഭവം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രവണത സമസ്ത കേരള ജമിയത്തുൽ ഉലമയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. അത് ചെയ്യാം, അതിപ്പോൾ അങ്ങനെയല്ലേ ഐക്യം ഉണ്ടാവുള്ളൂ. മുമ്പൊക്കെ ഈ ഐക്യത്തെക്കുറിച്ച്, സുന്നി ഐക്യത്തെക്കുറിച്ച് ചർച്ച നടക്കുമ്പോൾ ഇപ്പുറത്ത് ഇ കെ വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് അതിനുണ്ടാകുന്ന റെസ്പോൺസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല ഐക്യം നല്ലതാണ്, പിരിഞ്ഞു പോയവർ തിരിച്ചു വരട്ടെ. കാന്തപുരത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു സുന്നി സംഘാടനം അസാധ്യമായിട്ടുള്ള സംഘടനയായിരുന്നു. അതിഭയങ്കരമായ എതിർപ്പുകൾ അദ്ദേഹം നേരിട്ടു. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ കീഴിലൊരു ആൾക്കൂട്ടമല്ല, വളരെ ഭദ്രമായ സംഘടനാ സംവിധാനങ്ങൾ. അപ്പോൾ രണ്ട് സുന്നി സംഘടനകൾ പിളർന്നു നിന്ന് അവർ പരസ്പരം മത്സരിച്ച് വളർന്നു, ഒരു സംശയകാര്യത്തിൽ വേണ്ട. അതിൽ അത്ഭുതകരമായ വളർച്ച തീർച്ചയായിട്ടും എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വമുള്ള വിഭാഗം തന്നെയാണ്. കാരണം അവരുടെ ഒരു കേഡർഷിപ്പ്, സംഘടനാ സംവിധാനം, അവരുടെ സ്ഥാപനങ്ങളുടെ പ്രൊഫഷണലിസം, അതുമാത്രമല്ല അതിൽ അണിനിരന്നിട്ടുള്ള ആളുകളുടെ ഒരു രാഷ്ട്രീയ ബോധം. ഞാൻ ഈ ലീഗിൻ്റെ ഒരു സംഘടനാ സംവിധാനത്തോട് പൊരുതാൻ സത്യത്തിൽ സമസ്തയുടെ സംഘടനാ സംവിധാനത്തിന് കഴിയുന്നുമില്ല. ഇതാണ് വാസ്തവം. എ പി വിഭാഗത്തിൻ്റെ ഒരു നിലപാട് പോലെയല്ല ഇപ്പുറത്ത്. എ പി വിഭാഗത്തിന് വളരെ ഒറ്റ നിലപാടിൽ, ഉറച്ചൊരു നിലപാടിൽ പോകാനുള്ള ഒരു സംഘടനാ സംവിധാനവും ഒരു ഘടനയും അതിനുണ്ട്. പക്ഷേ ഇപ്പുറത്ത് അങ്ങനെയല്ല, പല അഭിപ്രായങ്ങളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുനിയ സമ്മേളനം സമാപിച്ചു. വിട്ടുപോയവർ മാതൃസംഘടനയിലേക്ക് തിരിച്ചു വരണമെന്ന് ജനലക്ഷങ്ങളെ സാക്ഷിയാക്കി ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ പ്രഖ്യാപിച്ചു. പക്ഷേ സകല ചാനലുകളിലും കണ്ടത് സമസ്ത സമ്മേളനത്തിൽ ഐക്യത്തിന് ആഹ്വാനം ചെയ്ത് ജിഫ്രി തങ്ങൾ എന്ന വാർത്തയാണ് നമ്മളെല്ലാവരും കണ്ടത്. സത്യത്തിൽ നമ്മുടെ നാട്ടിലെ മാധ്യമപ്രവർത്തകർക്ക് മലയാളം തന്നെ ശരിക്കും അറിയില്ല എന്നാണ് തോന്നുന്നത്. എന്താണ് ജിഫ്രി തങ്ങൾ പറഞ്ഞത്? എന്താണ് അവർ വാർത്ത കൊടുത്തത്? ഒരു ബന്ധമില്ലാത്ത കാര്യമില്ലേ അവർ വാർത്ത കൊടുത്തിട്ടുള്ളത്? അവർക്ക് മലയാളം മനസ്സിലാവുമെന്നുള്ളത്, ജിഫ്രി തങ്ങൾ പറയുന്ന അവർക്ക് മനസ്സിലാവുമെന്നുള്ളത് ജിഫ്രി തങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ. ഒന്ന് കേൾക്കാം. നമ്മളോട് പറയാനുള്ളതാണ്, പറഞ്ഞതേ പറയാൻ പാടുള്ളൂ, ഉള്ളുങ്ങളും പറയാൻ പാടില്ല. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അപ്പോൾ അതുണ്ടാവരുത്. നമ്മൾ പറഞ്ഞതേ പറയാൻ പാടുള്ളൂ. അത് മലയാളം എനിക്ക് മനസ്സിലാവില്ലേ? ഒരു വട്ടം പറഞ്ഞില്ലേ, രണ്ടാമട്ടും പറഞ്ഞില്ലേ, പിന്നെ പൊതുവായും പറഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടി ഇതാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെ അവസ്ഥ. ഒരാൾ എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ പോലുള്ള കഴിവ് നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തിക്കില്ല. എന്നാൽ അത് മനസ്സിലായിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് തങ്ങളോടൊന്ന് ചോദിച്ചാൽ പോരെ, എന്താണ് തങ്ങൾ പറഞ്ഞതിന് ഉദ്ദേശം എന്നുള്ളത് ചോദിച്ചാൽ പോരെ. അതൊന്നും ചോദിക്കില്ല, അവർക്ക് തോന്നിയ പോലെ അങ്ങോട്ട് വാർത്ത കൊടുക്കും. സത്യത്തിൽ ജിഫ്രി തങ്ങൾ ഐക്യത്തിന് ആഹ്വാനം നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. ഐക്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ? ഐക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് സംഘടനകൾ പരസ്പരം ഐക്യപ്പെട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്, അല്ലാതെ ലയിക്കുക എന്നുള്ളതല്ല. രണ്ട് സംഘടനകൾ പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഐക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാതൃസംഘടനയിലേക്ക് മടങ്ങി വരൂ എന്ന് പറയുന്നതും ഐക്യവുമായി എന്ത് ബന്ധമുള്ളത്? ഒരുപാട് കാലമായിട്ട് അവർ പറയുന്നുണ്ട്, പിരിഞ്ഞു പോയവർ തിരിച്ചു വരൂ എന്നുള്ള ഒരു വാക്ക് അവർ നിരന്തരമായിട്ട് പണ്ട് മുതലേ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അതല്ലാതെ ആദ്യമായി പറയുന്നതൊന്നല്ല. ചിലപ്പോൾ പറയും പിടിച്ച് പുറത്താക്കിയെന്ന് പറയും, അല്ലെങ്കിൽ പിരിഞ്ഞു പോയവരെന്ന് പറയും, അല്ലെങ്കിൽ ഇറങ്ങിപ്പോയവരെന്ന് പറയും. പല നേതാക്കന്മാരും പല രീതിയിലാണ് സംസാരിക്കുക. ഏതാണ് കറക്റ്റായിട്ടുള്ളത് എന്നുള്ളത് അവരിൽ നിന്ന് ഇതുവരെ നമുക്ക് വ്യക്തമായി കേട്ടിട്ടില്ല. അധ്യക്ഷ പ്രസംഗം തന്നെ പറഞ്ഞല്ലോ, വിട്ടുപോയവരാണ്, പുറത്താക്കിയവരല്ല എന്നുള്ളത്. അതിലേതായാലും സന്തോഷമുണ്ട്. പൊതുസമൂഹം ഇതൊക്കെ കേട്ടിട്ട് വിലയിരുത്തുന്നുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. സുന്നികളോട് കടുത്ത വിയോജിപ്പുള്ള മൗദൂദികൾ തന്നെ പറയുമ്പോൾ അത് നമുക്ക് സ്വീകരിക്കാമല്ലോ. നേരെ മറിച്ച് എ പി വിഭാഗത്തിലുള്ള ഒരാൾ പറയുമ്പോൾ അപ്പുറത്തുള്ളവർക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പുറത്തുള്ള ഒരാൾ പറയുമ്പോൾ ഇപ്പുറത്തുള്ളവർക്ക് സ്വീകരിക്കാനും ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ ഇത് രണ്ടിലും പെടാത്ത ആ രണ്ട് വിഭാഗത്തോടും കടുത്ത വിയോജിപ്പുള്ള മൗദൂദി പറയുമ്പോൾ വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അവരൊന്ന് പറയട്ടെ, എന്താണ്, ഇറങ്ങിപ്പോയവരാണോ, പുറത്താക്കിയവരാണോ, എന്താണ് ഈ അവസ്ഥകളെന്ന് പറയട്ടെ അവർ. മുമ്പൊക്കെ ഈ ഐക്യത്തെക്കുറിച്ച്, സുന്നി ഐക്യത്തെക്കുറിച്ച് ചർച്ച നടക്കുമ്പോൾ ഇപ്പുറത്ത് ഇ കെ വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് അതിനുണ്ടാകുന്ന റെസ്പോൺസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല ഐക്യം നല്ലതാണ്, പിരിഞ്ഞു പോയവർ തിരിച്ചു വരട്ടെ, 89 പിരിഞ്ഞു പോയവർ തിരിച്ചു വരട്ടെ എന്നായിരുന്നു അവർ സാധാരണ പറയാനുണ്ടായിരുന്നു. എന്നുവെച്ചാൽ 1989 ഈ പിളർപ്പുണ്ടാകുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അങ്ങനെയല്ല. ഇപ്പോൾ ജിഫ്രി തങ്ങൾ പറഞ്ഞ ഐക്യത്തിന് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നാൽ വിട്ടുവീഴ്ചകൾ നല്ലതാണല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത് ഒരു ഷിഫ്റ്റാണ്. അപ്പുറത്തുള്ള ആ വിഭാഗത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി, അവരുടെ ഒരു അസ്തിത്വം, ഒരു ഡിഗ്നിറ്റി അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു റെസ്പോൺസാണ് വന്നിരിക്കുന്നത്. അതാണ് ഈ തവണ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നത്. കേട്ടല്ലോ നിങ്ങൾ. അപ്പോൾ അന്ന് പറഞ്ഞിരുന്നതും പിരിഞ്ഞു പോയവർ തിരിച്ചു വരട്ടെ എന്ന് തന്നെയായിരുന്നു. ജിഫ്രി തങ്ങൾ നേതൃപദവിയിലേക്ക് വന്നപ്പോൾ ആ ഒരു നിലപാട് മാറ്റിയിരുന്നു.
ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാമെന്നുള്ള ആ ഒരു രീതിയിലേക്ക് എത്തിയിരുന്നു. അതായത് പിരിഞ്ഞു പോയവർ തിരിച്ചു വരട്ടെ, അല്ലെങ്കിൽ വിട്ടുപോയവർ തിരിച്ചു വരട്ടെ എന്ന നിലപാട് ഒഴിവാക്കിയിട്ട് ഐക്യത്തിന് വേണ്ടി ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാം, വിട്ടുവീഴ്ചകളൊന്നും ചെയ്യാതെ ഒരിക്കലും ഐക്യം നടക്കൂലല്ലോ എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തി ജിഫ്രി തങ്ങൾ. അപ്പോൾ സുന്നികളൊക്കെ വല്ലാതെ സന്തോഷിച്ചു, ഐക്യം ആഗ്രഹിച്ചു. കാരണം ഇരുഭാഗത്തു നിന്നും ചില വിട്ടുവീഴ്ചകൾ ചെയ്യണമല്ലോ, അത് സ്വാഭാവികമാണ്. ഒരു വിഭാഗം മാത്രം വിട്ടുവീഴ്ച ചെയ്ത് മറ്റു വിഭാഗം ഒരു വിട്ടുവീഴ്ച ഇല്ലെങ്കിൽ ഐക്യം നടക്കില്ല എന്നുള്ളത് ഏതൊരാൾക്കും അറിയാം. അപ്പോൾ രണ്ട് വിഭാഗവും വിട്ടുവീഴ്ച ചെയ്തിട്ട് സുന്നി ഐക്യം നടക്കുമല്ലോ. അപ്പോൾ ജിഫ്രി തങ്ങളെ ആ ഒരു പരാമർശത്തോടു കൂടെ ഇരുവിഭാഗം സുന്നികളും സന്തോഷിച്ചു. സുന്നികൾ തമ്മിലുള്ള ഐക്യം നടക്കട്ടെ, പ്രശ്നങ്ങളൊക്കെ അവസാനിക്കട്ടെ എന്നൊരുപാട് സന്തോഷിച്ചു. പക്ഷേ ആ പഴയ നിലപാടിലേക്ക് തന്നെയാണ് ഇപ്പോൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നത്. പിരിഞ്ഞു പോയവർ തിരിച്ചു വരട്ടെ എന്നുള്ള അതേ പരാമർശങ്ങൾ തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഐക്യം നടക്കുക? ജിഫ്രി തങ്ങൾ അന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചിലർക്ക് സംശയം ഉണ്ടാവും. ആരും സംശയിക്കേണ്ട, ഞാൻ തന്നെ കാണിച്ചു തരാം. വിട്ടുവീഴ്ചയൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. ആ നിലക്ക് നമ്മളതിന് തയ്യാറാണെന്നാണ്. അത് ഇപ്പോൾ എപ്പോഴും പറയണതാണ്. ഐക്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഐക്യം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഈ ഐക്യത്തിന് കോടാലി വെക്കുക എന്നുള്ള ഒരു സംഭവം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രവണത സമസ്ത കേരള ജമിയത്തുൽ ഉലമയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. അത് ചെയ്യാം. അതിപ്പോൾ അങ്ങനെയല്ലേ ഐക്യം ഉണ്ടാവുള്ളൂ. ആദർശപരമായ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇല്ലല്ലോ. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമാവുന്ന ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാവുന്ന പ്രത്യേക സംഭവ വികാസങ്ങളായിരിക്കും ചിലപ്പോൾ പിളർപ്പിലേക്ക് ഉണ്ടാവുന്നത് കൊണ്ടുവരുന്നത്. പിന്നെ കുറേ ആലോചിക്കുമ്പോൾ നമുക്ക് വേണ്ടി നിങ്ങൾ കേട്ടല്ലോ, ജിഫ്രി തങ്ങൾ തന്നെയാണ് അന്ന് പറഞ്ഞത് ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരുമെന്ന്. അതേ ജിഫ്രി തങ്ങളാണ് ഇപ്പോൾ പറയുന്നത് പിരിഞ്ഞു പോയവർ വിട്ടുപോയവർ തിരിച്ചു വരട്ടെ എന്ന്. അപ്പോൾ പഴയ ആ ഒരു നിലപാടിലേക്ക് തന്നെ ജിഫ്രി തങ്ങൾ മടങ്ങിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താണ് ഇതിന് കാരണം? നമ്മൾ ചിന്തിക്കണമല്ലോ ഈ സമയത്തൊക്കെ. അപ്പോൾ ഈ സമയത്ത് ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയേണ്ടതുണ്ട്. അത് പറയാതിരിക്കാൻ നിർവാഹമല്ല. ഞാൻ ജിഫ്രി തങ്ങളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഇ.കെ. വിഭാഗം പണ്ഡിതന്മാരെ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല ഞാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. പണ്ഡിതന്മാരെ ആക്ഷേപിക്കാനോ തങ്ങന്മാരെ ആക്ഷേപിക്കാനോ ഒന്നും ഞാനില്ല. എല്ലാ തങ്ങന്മാരെയും ഒരുപോലെ ബഹുമാനിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട ആൾ തന്നെയാണ് ഞാൻ. തങ്ങന്മാർ പണ്ഡിതന്മാരാണെങ്കിൽ പ്രത്യേകിച്ചും. പക്ഷേ ജനങ്ങൾ സത്യം തിരിച്ചറിയാൻ തെറ്റിദ്ധാരണയുടെ പേരിൽ അവർ ഗ്രൂപ്പ് തിരിച്ച് പണ്ഡിതന്മാരെ ആക്ഷേപിക്കാതിരിക്കാൻ, സയ്യിദന്മാരെ കുറ്റം പറയാതിരിക്കാൻ, ചില കാര്യങ്ങൾ തുറന്നു പറയാതിരിക്കാൻ നിർവാഹമില്ല. ജനങ്ങൾ വസ്തുത മനസ്സിലാക്കണ്ടേ? അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നമ്മൾ വഹാബികളുടെ കളവുകളൊക്കെ ഇങ്ങനെ എപ്പോഴും തുറന്നു കാണിക്കുന്നത്. ജനങ്ങൾ സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ പഴയ ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരും, എന്നാലേ ജനങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടും. അല്ലാതെ പഴയ കാര്യങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ് ആരെയും വേദനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട. ചരിത്രങ്ങൾ പറയുമ്പോൾ, കഴിഞ്ഞ സംഭവ വികാസങ്ങൾ പറയുമ്പോൾ ചിലർക്ക് സ്വാഭാവികമായിട്ടും വേദനിക്കും. വേറെ നിർവാഹമില്ല. ജനങ്ങൾക്ക് സത്യം മനസ്സിലാകാൻ ചരിത്രങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുത്തേ പറ്റും. കഴിഞ്ഞ കാല സംഭവങ്ങൾ പറഞ്ഞു കൊടുത്തേ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് 89 ഇറങ്ങിപ്പോന്നതിന് ശേഷം പിറ്റേ ദിവസം ചന്ദ്രികയിൽ വാർത്ത വന്നത് 6 പേരെ പുറത്താക്കിയെന്നോ 5 പേരെ പുറത്താക്കിയെന്നൊക്കെ ആയിരുന്നു. സത്യത്തിൽ 11 പേരാണ് ഇറങ്ങിപ്പോന്നത്. സമാപന സമ്മേളനത്തിൽ ജിഫ്രി തങ്ങൾ പറഞ്ഞത് എന്താ? പുറത്താക്കിയെന്നല്ല. അന്ന് ചന്ദ്രിക വാർത്ത കൊടുത്തതിന് നേരെ വിപരീതമായിട്ടാണ് ജിഫ്രി തങ്ങൾ പറഞ്ഞത് വിട്ടുപോയവരെന്നാണ്. അതായത് പിരിഞ്ഞു പോയവരെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഏതാണ് സത്യം? ഒന്നുകിൽ പുറത്താക്കി എന്നതാണ് സത്യം, അല്ലെങ്കിൽ പിരിഞ്ഞു പോയവർ എന്നാണ് സത്യം. ഇതിലേതെങ്കിലും ഒന്നല്ലേ സത്യം ഉണ്ടാവുള്ളൂ. ജിഫ്രി തങ്ങൾ പറഞ്ഞ പോലെ വിട്ടുപോയവർ എന്നത് ആണ് സത്യമെങ്കിൽ അന്ന് ചന്ദ്രികയിൽ കൊടുത്ത വാർത്ത പച്ചക്കളവാണ്. പുറത്താക്കി എന്നുള്ളത് പച്ചക്കളവാണ്. അതല്ല, അന്ന് ചന്ദ്രികയിൽ കൊടുത്ത വാർത്തയാണ് സത്യമെങ്കിൽ കഴിഞ്ഞ ദിവസം ജിഫ്രി തങ്ങൾ പറഞ്ഞത് പച്ചക്കളവാണ്. ഇതിലേതെങ്കിലും ഒന്ന് സത്യം ഉണ്ടാവും. അന്ന് വാർത്ത കൊടുത്തതും ഇവർ തന്നെയാണ്. രണ്ടും ഒരു വിഭാഗം ആയതുകൊണ്ട് ഏതാണ് സത്യം എന്നുള്ളത് അവർ തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. 100-ാം വാർഷികത്തിൽ ജിഫ്രി തങ്ങൾ പറഞ്ഞതാണ് ശരിയെങ്കിൽ അന്ന് ചന്ദ്രികയിൽ കൊടുത്ത വാർത്ത പച്ചക്കള്ളായിരിക്കും. അങ്ങനെ ഒരു സമസ്തയുടെ പേരിൽ അങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ അതിന് ഉത്തരവാദിത്തം ആർക്കാണ്? ബഹുമാനപ്പെട്ട ആ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറിക്കുണ്ട്, ഷംസുൽ ഉലമക്കുണ്ട്, അതുപോലെ തന്നെ പ്രസിഡൻ്റായ കണ്ണിയത്ത് ഉസ്താദിനുണ്ട്. കണ്ണിയത്ത് ഉസ്താദ് പിന്നെ വാർദ്ധക്യ സഹജമായ ക്ഷീണം കൊണ്ട് മുഷാവറക്കൊന്നും പോവാറില്ല, വീട്ടിൽ തന്നെ ആയിരുന്നല്ലോ. അതുകൊണ്ട് കണ്ണിയത്ത് ഉസ്താദിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ചിലപ്പോൾ പത്രവാർത്ത പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. താജുൽ ഉലമ ഒരിക്കൽ അത് പറയുന്നുണ്ട്. കണ്ണിയത്ത് ഉസ്താദിനെ കാണാൻ പോയപ്പോൾ പത്രത്തിൽ ഞങ്ങൾ പുറത്താക്കിയെന്നുണ്ടല്ലോ എന്ന വാർത്തയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് ആ വാർത്ത സത്യത്തിൽ നിഷേധിച്ചു. അങ്ങനെ ഒരു വാർത്ത ഞങ്ങൾ കൊടുത്തിട്ടില്ല. നിങ്ങൾ ആര് പുറത്താക്കുന്നത്? ഞങ്ങളെ കൂടെ എന്നുള്ളതാണ് താജുൽ ഉലമയോട് കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞത്. ഇതൊക്കെ നടന്ന സംഭവം എത്രയോ പ്രാവശ്യം ആവർത്തിച്ച് നമ്മൾ കേട്ട കാര്യമാണ്, അല്ല വെറുതെ പച്ചക്കള്ളം പറയുന്നതല്ല. അപ്പോൾ ആ പത്രവാർത്ത കണ്ണിയത്ത് ഉസ്താദ് അറിഞ്ഞിരിക്കാൻ ഒരു സാധ്യതയില്ല.
പക്ഷേ ഷംസുൽ ഉലമ അത് വായിച്ചിട്ടുണ്ടാവും. ഏതായാലും ഇപ്പോൾ ജിഫ്രി തങ്ങൾ പറഞ്ഞതാണ് ശരിയെങ്കിൽ അന്നത്തെ ആ പച്ചക്കള്ളം എന്തുകൊണ്ട് ഷംസുൽ ഉലമ തിരുത്തിയില്ല എന്നുള്ള ആ ചോദ്യം എല്ലാവരുടെ ഉള്ളിലുണ്ടാവും. അതല്ല, അന്ന് പത്രവാർത്ത കണ്ടത് ശരിയായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് ജിഫ്രി തങ്ങൾ ഈ സമ്മേളനത്തിൽ വിട്ടുപോയവർ എന്ന് പറഞ്ഞത്? ആയിരക്കണക്കിന് ആൾക്കാർ ആ സ്റ്റേജിലുണ്ടല്ലോ. അന്നത്തെ പത്രവാർത്തയായിരുന്നു ശരിയെങ്കിൽ ജിഫ്രി തങ്ങൾ പറഞ്ഞത് എന്തുകൊണ്ട് ആ സ്റ്റേജിൽ നിന്ന് ആരും തിരുത്തിയില്ല? പഴയ ആലിമീങ്ങളും പഴയ കാലത്തെ നേതാക്കന്മാരൊക്കെ സ്റ്റേജിലുണ്ടല്ലോ. അവരാരെങ്കിലും പറഞ്ഞോ അന്ന് ചന്ദ്രികയിൽ വാർത്ത കൊടുത്തത് ഇങ്ങനായിരുന്നു, അന്ന് ഷംസുൽ ഉലമ അടക്കം ആ വാർത്ത വായിച്ചതാണ്, അവരാരും അത് തിരുത്തിയിട്ടില്ല? ജിഫ്രി തങ്ങൾ എന്നുള്ളത് ഷംസുൽ ഉലമയുടെ മാനസപുത്രനാണ്, ശിഷ്യനാണ്. ഷംസുൽ ഉലമ കൊടുത്ത വാർത്തക്കെതിരെ ജിഫ്രി തങ്ങൾ പറയുക എന്നുള്ളത് അത് നടക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഏതാണ് സത്യം എന്നുള്ളത് അവർ തന്നെ വ്യക്തമാക്കിക്കോട്ടെ. ഏതായാലും സത്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. 100-ാം വാർഷിക സമ്മേളനത്തിൽ ജിഫ്രി തങ്ങൾ പറഞ്ഞതും അന്ന് ഇറങ്ങിപ്പോകുന്ന ആളുകൾ പറഞ്ഞതുമാണ് ശരി. ഇറങ്ങിപ്പോകുന്നതാണ് എന്നുള്ളതാണ് ശരി. അതിൻ്റെ മറ്റൊരു വേർഡാണ് ജിഫ്രി തങ്ങൾ പറഞ്ഞതെന്ന് മാത്രം. പുറത്താക്കിയത് പച്ചക്കളവാണ് എന്നുള്ളത് പരമാർത്ഥമാണ്. പിന്നെ എന്തുകൊണ്ട് അവർ അത് തിരുത്തിയില്ല എന്നുള്ളത് മറ്റൊരു ചോദ്യം, അള്ളാഹു ആലം, നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു പച്ചക്കള്ളം പത്രത്തിൽ വായിച്ചിട്ടും അത് തിരുത്താൻ ഷംസുൽ ഉലമ മുന്നോട്ട് വന്നില്ലേ, ശ്രമിച്ചില്ലേ എന്നൊക്കെയുള്ള ഒരു ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ടാവും. നമുക്കത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഷംസുൽ ഉലമ അങ്ങനെയൊക്കെ ചെയ്യുമോ? ഒരു പച്ചക്കളവ് സമസ്തയുടെ പേരിൽ കാണുമ്പോൾ അത് തിരുത്താൻ ശ്രമിക്കൂലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവും. അതൊക്കെ അങ്ങനെ കിടന്നോട്ടെ, നമുക്കത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റില്ല. അവരൊക്കെ വലിയ വലിയ ആലിമീങ്ങളല്ലേ, നമ്മളാരും അവരെ കുറ്റപ്പെടുത്തുന്നില്ല. ഇനി ജിഫ്രി തങ്ങൾ തന്നെ പറഞ്ഞതിലേക്ക് തിരിച്ചു വരാം. നമുക്ക് സുന്നി ഐക്യത്തിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാം എന്നിടത്ത് നിന്ന് വിട്ടുപോയവർ തിരിച്ചു വരട്ടെ എന്ന നിലപാടിലേക്കുള്ള മാറ്റം എന്താണ് കാരണമെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. AP സമസ്തയുടെ എല്ലാ സംവിധാനങ്ങളും ഉപേക്ഷിച്ച് പിരിച്ചു വിട്ടിട്ട് EK സമസ്തയിലേക്ക് വരണമെന്നാണോ ഇവർ വിചാരിക്കുന്നത്? അല്ലാഹു അഅലം. ഇനിയിപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ AP വിഭാഗത്തിലുള്ള ആളുകൾ അങ്ങോട്ട് തിരിച്ചു പോകാൻ അവരുടെ ഗതി കിട്ടാതെ അലയുകയൊന്നും അല്ലല്ലോ. അല്ലെങ്കിൽ അന്ന് ഇറങ്ങിപ്പോകുന്നത് തെറ്റായിപ്പോയിന്ന് ഏതെങ്കിലും അവരുടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ? അവരെല്ലാം അന്ന് മുതൽ ഇന്ന് വരെ പറയുന്നത് എന്താണ്? അന്നത്തെ ജനറൽ സെക്രട്ടറി ജനറൽ ബോഡി വിളിച്ചിട്ടില്ല, അതുപോലെ തന്നെ മിനിറ്റ്സ് തിരുത്തി എഴുതാൻ വേണ്ടി അംഗീകാരം തരണമെന്ന് പറയുന്നു. അതായത് സമസ്തയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് തീരുമാനമെടുക്കാൻ വേണ്ടി പറയുന്നു, ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം നടപ്പാക്കണമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന മുഷാവറിൽ നിന്ന് ഇനി ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങളും കാന്തപുരം ഉസ്താദും അടക്കം 11 പേർ ഇറങ്ങിപ്പോകുന്നു. കണ്ണിയത്ത് ഉസ്താദിനോടും ഷംസുൽ ഉലമയോടും എത്രയും പെട്ടെന്ന് ജനറൽ ബോഡി വിളിക്കാൻ പറയുന്നു. വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു. ജനറൽ ബോഡി വിളിക്കാതിരിക്കുമ്പോൾ അവസാനം ഇവർ തന്നെ ജനറൽ ബോഡി വിളിച്ചിട്ട് സമസ്തയെ പുനഃസംഘടിപ്പിക്കുന്നു. അങ്ങനെ സമസ്ത പുനഃസംഘടിപ്പിച്ചപ്പോൾ ആ സമസ്തയുടെ കൂടെ അതിൻ്റെ കീഴ്ഘടകങ്ങളും അതിൻ്റെ പതാകയും അതിൻ്റെ മുഖപത്രവുമൊക്കെ കൂടെ നിൽക്കുന്നു. ഇതല്ലേ സംഭവിച്ചിട്ടുള്ളത്? അന്ന് മുതൽ ഇന്ന് വരെ അതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അവരൊരു പുതിയ സംഘടന രൂപീകരിച്ചു എന്നല്ലല്ലോ അവർ പറയുന്നത്. സമസ്ത പുനഃസംഘടിപ്പിച്ചു എന്നാണ് അവർ പറയുന്നത്. അവരൊരു പുതിയ സംഘടന ഉണ്ടാക്കി എന്നാണെങ്കിൽ സമസ്തയുടെ ഒറിജിനൽ പതാക എങ്ങനെ അവരുടെ കൂടെ നിന്നു? സമസ്തയുടെ കീഴ്ഘടകങ്ങളായ SSFും SYSും എങ്ങനെ അവരുടെ കൂടെ നിന്നു? സമസ്തയുടെ മുഖപത്രമായ സിറാജും സുന്നി വോയിസും എങ്ങനെ അവരുടെ കൂടെ നിന്നു? ഇതിനൊക്കെ മറുപടി കിട്ടണ്ടേ? ഒരു പ്രസ്ഥാനത്ത് നിന്ന് കുറച്ചാളുകൾ പിരിഞ്ഞു പോകുമ്പോൾ ആ പ്രസ്ഥാനത്തിൻ്റെ കീഴ്ഘടകങ്ങളോ പതാകയോ മുഖപത്രമൊന്നും അവരുടെ കൂടെ പോകില്ലല്ലോ. ആ പിരിഞ്ഞു പോകുന്ന ആൾ പിന്നെ പുതിയത് രൂപീകരിക്കുകയല്ലേ ചെയ്യുക. പുതിയ പത്രം ഉണ്ടാക്കും, പുതിയ കീഴ്ഘടകങ്ങൾ ഉണ്ടാക്കും, പുതിയ പതാക രൂപീകരിക്കും. അങ്ങനെയല്ലേ സംഭവിക്കുക? ഇത് അങ്ങനെയല്ലല്ലോ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. മുഷാവറിൽ നിന്നും ഇറങ്ങിപ്പോന്ന അവർ സമസ്ത പുനഃസംഘടിപ്പിക്കുമ്പോൾ സമസ്തയുടെ കീഴ്ഘടകങ്ങളും മുഖപത്രവും പതാകയും ഒക്കെ ഇവരുടെ കൂടെ നിന്നു. അപ്പോൾ അവർ വിശ്വസിക്കുന്നത് എന്താണ്? സമസ്തയുടെ തീരുമാനങ്ങളും സമസ്തയുടെ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ പ്രേരിതമായി മാറിയപ്പോൾ ആ മുഷാവറിൽ നിന്നും ഇറങ്ങിപ്പോന്നുകൊണ്ട് സമസ്തയുടെ സ്ഥാപക ലക്ഷ്യം സംരക്ഷിക്കാൻ വേണ്ടി സമസ്ത പുനഃസംഘടിപ്പിച്ചു എന്നാണ് AP വിഭാഗം പണ്ഡിതന്മാർ മുഴുവൻ അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു പ്രസ്ഥാനത്തിലെ ആളുകളോട് നിങ്ങൾ മാതൃസംഘടനയിലേക്ക് തിരിച്ചു വരൂ എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. ഒരു പരിഹാസമായിട്ടാണ് എനിക്കൊക്കെ അത് തോന്നിയിട്ടുള്ളത്. കാരണം അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അവരുടെ എല്ലാ സംവിധാനങ്ങളും എല്ലാ സ്ഥാപനങ്ങളും ഒക്കെ പിരിച്ചു വിട്ടിട്ടോ ഒഴിവാക്കിയിട്ടോ അവർക്ക് EK വിഭാഗത്തിലേക്ക് മടങ്ങിപ്പോകേണ്ട ഒരു കാര്യം അവർക്കില്ലല്ലോ. അങ്ങനെ ഗതി കിട്ടാതെ അലയുകയാണെങ്കിൽ ഇറങ്ങിപ്പോകുന്നതിൽ ഖേദം പ്രകടിപ്പിക്കുകയാണെങ്കിൽ മാത്രമല്ലേ EK വിഭാഗത്തിലേക്ക് പോകേണ്ട കാര്യമുള്ളൂ. അതൊക്കെ ആർക്കും അറിയാത്തത്? EK വിഭാഗം പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും പോലും അറിയാം. അവരുടെ സംവിധാനങ്ങളൊക്കെ ഉപേക്ഷിച്ച് അവരിങ്ങോട്ട് തിരിച്ചു വരുന്നുള്ളത് ആർക്കറിയാത്തത്? പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്?
അങ്ങനെ ഒരു പ്രഖ്യാപനം സമ്മേളനത്തിൽ പാസ്സാക്കിയത്? അല്ലാഹു അഅലം. കേരളത്തിൽ എല്ലാവർക്കും അറിയാം, വളരെ ശക്തമായിട്ടും വളരെ മികച്ച രീതിയിലുമാണ് AP വിഭാഗം സമസ്ത പ്രവർത്തിക്കുന്നതെന്ന്. ഇതൊക്കെ ഞാൻ പറയുന്നില്ല, പൊതുസമൂഹം എന്താണ് വിലയിരുത്തുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുമല്ലോ. അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ വിലയിരുത്തൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കാന്തപുരത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു സുന്നി സംഘാടനം അസാധ്യമായിട്ടുള്ള സംഘടനയായിരുന്നു. അതിഭയങ്കരമായ എതിർപ്പുകൾ അദ്ദേഹം നേരിട്ടു. പക്ഷേ വളരെ ആധുനികമായ രീതിയിൽ ഇപ്പോൾ കാന്തപുരത്തെക്കുറിച്ച് പറയുമ്പോൾ കാന്തപുരം സെൻട്രിക്കായിട്ടുള്ള ഒരു സംഘടനയാണ് അതെന്നാണ് പൊതുവെ ആളുകൾ ധരിക്കുന്നത്. ഓഫ് കോഴ്സ് അദ്ദേഹം അതിൽ അൺഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ളൊരു നേതാവാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആളുകൾ സംഘടനയിലില്ലാത്ത ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് കാണാം. അവരോടൊക്കെ സംസാരിക്കുമ്പോൾ കാന്തപുരത്തോടുള്ളൊരു ബഹുമാനം, ലീഡർഷിപ്പിനോടുള്ള ഒരു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ നിലക്ക് അദ്ദേഹം അതിലൊരു പ്രധാനപ്പെട്ട ഒരു ലീഡറാണ്. അങ്ങനെയൊക്കെ ആയിരിക്കെ തന്നെ അത് അദ്ദേഹത്തിലേക്കുള്ള ഒരു ആൾക്കൂട്ടമല്ല. വളരെ ഭദ്രമായ സംഘടനാ സംവിധാനങ്ങളുണ്ട്. പിന്നെ അവരുടെ മാതൃസംഘടന കേരള മുസ്ലിം ജമാഅത്തുണ്ട്, യുവജന സംഘടനയുണ്ട്, വിദ്യാർത്ഥി സംഘടനയുണ്ട്. അതിനൊക്കെ കൃത്യമായ സംഘടനാ കലണ്ടറും സംവിധാനങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരു സംവിധാനമാണ് സംഘടന. ഒരു ഭാഗത്ത് സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഈ പറയുന്ന സുന്നി കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന അതിൻ്റെ ഒരു മുഖച്ഛായ തന്നെ മാറ്റുന്ന തരത്തിൽ വലിയ തോതിൽ പ്രവർത്തനം നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ അതിനോട് മത്സരിക്കാൻ AK വിഭാഗത്തിന് സ്വാഭാവികമായിട്ട് മത്സരിക്കേണ്ടി വന്നു. അവരും ആ നിലക്കുള്ള സംവിധാനങ്ങളും സ്ഥാപനങ്ങളും ഒരുക്കി. അത് മൊത്തത്തിൽ നോക്കുമ്പോൾ കമ്മ്യൂണിറ്റി എംപവർമെൻ്റ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് നോക്കുമ്പോൾ മൊത്തത്തിൽ കമ്മ്യൂണിറ്റിക്ക് ഗുണമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ രണ്ട് സുന്നി സംഘടനകൾ പിളർന്നു നിന്ന് അവർ പരസ്പരം മത്സരിച്ച് വളർന്നു, ഒരു സംശയ കാര്യത്തിൽ വേണ്ട. അതിൽ അത്ഭുതകരമായ വളർച്ച നേരിട്ട് തീർച്ചയായിട്ടും AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള വിഭാഗം തന്നെയാണ്. കാരണം അവരുടെ ഒരു കേഡർഷിപ്പ്, സംഘടനാ സംവിധാനം, അവരുടെ സ്ഥാപനങ്ങളുടെ പ്രൊഫഷണലിസം, അതുമാത്രമല്ല അതിൽ അണിനിരന്നിട്ടുള്ള ആളുകളുടെ ഒരു രാഷ്ട്രീയ ബോധം. ഞാൻ ഈ രണ്ട് സംഘടനകളുടെയും സ്ഥാപനങ്ങളിൽ സംസാരിക്കാൻ വേണ്ടി അവിടുത്തെ വിദ്യാർത്ഥികളായിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഇത്രയും എന്താ പറയുക, രാഷ്ട്രീയമായി ചിന്തിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ രാഷ്ട്രീയമായി ചിന്തിക്കുന്ന വിഭാഗം ഈ രണ്ട് സുന്നി സംഘടനകളിൽ നമ്മൾ അത്ഭുതപ്പെട്ടു. അത്രമാത്രം അവർ പൊളിറ്റിക്കലി വോക്കാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ലീഗിൻ്റെ ഒരു സംഘടനാ സംവിധാനത്തോട് പൊരുതാൻ സത്യത്തിൽ സമസ്തയുടെ സംഘടനാ സംവിധാനത്തിന് കഴിയുന്നുമില്ല. ഇതാണ് വാസ്തവം. AP വിഭാഗത്തിൻ്റെ ഒരു നിലപാട് പോലെയല്ല ഇപ്പുറത്ത്. AP വിഭാഗത്തിന് വളരെ ഒറ്റ നിലപാടിൽ, ഉറച്ചൊരു നിലപാടിൽ പോകാനുള്ള ഒരു സംഘടനാ സംവിധാനവും ഒരു ഘടനയും അതിനുണ്ട്. പക്ഷേ ഇപ്പുറത്ത് അങ്ങനെയല്ല, പല അഭിപ്രായങ്ങൾ വരും. ആ പല അഭിപ്രായങ്ങളിലാണ് ഇവിടെ സമസ്തയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ലീഗിന് അനുകൂലമായ അഭിപ്രായമുള്ള ഒത്തിരി പേര് അതിനകത്തുണ്ട്. ഇപ്പോൾ ഒരു പരിധിവരെ വേണമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി സഹകരിക്കാമെന്ന് തോന്നുന്ന ചിലർ അതിനകത്തുണ്ട്. അപ്പുറത്ത് ഇത് പാടില്ല, ഇത് മതരാഷ്ട്രവാദികളാണ്, തീവ്രവാദികളാണ്, ഇവരുമായി സഹകരിക്കാനേ പറ്റില്ല എന്നുള്ള ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ മറ്റൊരിടത്തും ഇല്ലാത്തവണ്ണം പരസ്യമായി പുറത്തു വരികയും ചെയ്യും. സമസ്തയുടെ കാര്യത്തിലാവുമ്പോൾ ഏറ്റുമുട്ടൽ അവിടെ നടക്കുന്നുണ്ട് വലിയ. ഇതാണ് ഞാൻ പറഞ്ഞത്, AP വിഭാഗം സമസ്ത അങ്ങനെ വലിഞ്ഞു കയറി പോവേണ്ട ഒരു കാര്യം അവർക്കില്ല. ഇന്ന് മറ്റേത് സംഘടനയ്ക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വളർച്ച പ്രാപിച്ച മികച്ച സംഘടനാ സംവിധാനമുള്ള ഒരു പ്രസ്ഥാനമാണല്ലോ AP വിഭാഗം. സംഘടനാ സംവിധാനങ്ങൾ കൊണ്ടും കളങ്കരഹിതമായ നേതൃത്വവും പ്രവർത്തകരും ഉറച്ച നിലപാടും ആദർശബോധവുമുള്ള നല്ല കേഡർ സ്വഭാവമുള്ള ഒരു പ്രസ്ഥാനമാണല്ലോ അവരുടേത്. ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ലോക പണ്ഡിതന്മാരും രാഷ്ട്രനായകരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു പണ്ഡിതനാണല്ലോ AP വിഭാഗത്തിൻ്റെ നായകൻ. അത്തരം ഉയരത്തിൽ നിൽക്കുന്ന അവരെന്തിന് EK വിഭാഗത്തിലേക്ക് ചെല്ലണം? അതും ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക്. പ്രസിഡന്റ് പറയുന്നതിനെ പരസ്യമായി എതിർക്കുകയും മുഷാവറ തീരുമാനം പത്രക്കാർക്ക് ചോർത്തിക്കൊടുക്കുകയും ചെയ്യുന്ന മുഷാവറ അംഗങ്ങളുള്ള പ്രസ്ഥാനത്തിലേക്ക്. പിഴച്ചുപോയി എന്ന് പറഞ്ഞ് പുറത്താക്കിയ ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ പ്രസിഡന്റായി തുടരുകയും സമസ്തയുടെ തീരുമാനത്തിന് പുല്ലുവില പോലും കൽപ്പിക്കാതിരിക്കുകയും ചെയ്ത അതേ നേതാവിനെ തന്നെ പണ്ഡിതനല്ലാഞ്ഞിട്ട് പോലും സമസ്ത എന്ന പണ്ഡിത സഭയുടെ 100ാം വാർഷിക സമ്മേളനത്തിന് മുഖ്യപ്രഭാഷകനാകാൻ തിരഞ്ഞെടുക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ളൊരു പ്രസ്ഥാനത്തിലേക്ക് മുജാഹിദായ സുഹൃത്തുക്കൾ തനിക്കുണ്ട് എന്ന് പറയുന്ന മുജാഹിദിനെതിരെ രൂപം കൊണ്ട സമസ്തയുടെ പ്രസിഡന്റുള്ള പ്രസ്ഥാനത്തിലേക്ക്. അപ്പോൾ ഇത്തരം വിശേഷങ്ങളൊക്കെ ഉള്ള ഒരു പ്രസ്ഥാനത്തിലേക്ക് AP ഉസ്താദിന് പോകേണ്ട കാര്യമുണ്ടോ? AP ഉസ്താദിൻ്റെ അണികൾക്ക് പോകേണ്ട കാര്യമുണ്ടോ? അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത അവർ അവിടെ തന്നെ തുടർന്ന് പ്രവർത്തിക്കുകയല്ല നല്ലത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജിഫ്രി തങ്ങളുടെ ആ ഒരു വാക്ക് അതൊരു പരിഹാസമായിട്ടാണ് എനിക്ക് തോന്നിയത് എന്ന്. കാര്യമായിട്ടാണ് അവർ പറഞ്ഞതെങ്കിൽ AP വിഭാഗത്തെക്കുറിച്ച് ഒരു ചുക്കും അവർക്ക് അറിയില്ല എന്നാണ് വിചാരിക്കേണ്ടി വരിക. കഴിഞ്ഞ വീഡിയോയിൽ നിരവധി ആളുകൾ കമൻറ്റിലൂടെ ഇങ്ങനെ പറയുന്നുണ്ട്, AP വിഭാഗത്തിന് 100ാം വാർഷികം എങ്ങനെയാണ് ആഘോഷിക്കുക? 37ാം വാർഷികമല്ലേ ആഘോഷിക്കേണ്ടത്? അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, സമസ്ത പുനഃസംഘടിപ്പിച്ച പേരൊന്നും അവരറിഞ്ഞിട്ടില്ലേ?
അങ്ങനെ പുനഃസംഘടിപ്പിച്ച വാർത്തകൾ അന്നത്തെ തന്നെ പത്രങ്ങളിൽ വന്നിരുന്നു. പിന്നീട് അവിടുന്ന് നിരന്തരമായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരുന്നതും സമസ്ത പുനഃസംഘടിപ്പിച്ചു എന്നായിരുന്നു. ഇതൊന്നും അവർ കേട്ടിട്ടും കണ്ടിട്ടുമില്ലേ? അത് മനസ്സിലാവണമെങ്കിൽ ചരിത്രം സത്യസന്ധമായിട്ട് പഠിക്കണം. കണ്ണടച്ച് ഇരുട്ടാക്കിയത് കൊണ്ട് മറ്റുള്ളവർക്ക് ഇരുട്ടാവണമെന്നില്ലല്ലോ. ഇൻഷാ അല്ലാഹ് അധികം വൈകാതെ തന്നെ സമസ്തയുടെ പൂർണ്ണമായ ചരിത്രം വളരെ ലളിതമായിട്ട് ചുരുക്കിക്കൊണ്ട് സത്യസന്ധമായി നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കും, തെളിവുകളോട് കൂടെ. അത് മുഴുവൻ കേട്ടാൽ തന്നെ എല്ലാവർക്കും ബോധ്യപ്പെടും എന്താണ് സമസ്തയിൽ സംഭവിച്ചത്. സമസ്ത AP വിഭാഗത്തിന് 100-ാം വാർഷികം ആഘോഷിക്കാൻ യോഗ്യതയുണ്ടോ, അതല്ല 37-ാം വാർഷികമാണോ ആഘോഷിക്കേണ്ടത്? ആ ചരിത്രം കേട്ടാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. നിങ്ങളെല്ലാവരും ആ ചരിത്രം കേൾക്കണം. ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾ ഇപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ സമസ്തയുടെ ചരിത്രം ആർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലളിതവും ചുരുക്കിയും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.